എന്താ പ്രിയംവദേ, എന്താ നിനക്ക് പറയാനുള്ളത്? വഴിവക്കിലിരുന്ന ഒരു മയിൽക്കുറ്റി ദൈവമാണെന്ന് പറഞ്ഞ് ഒരുത്തൻ പൂജിച്ചത്രേ. അത് കണ്ട് അവന്റെ പുറകെ വന്നവരൊക്കെ ആ കല്ലിനെ പൂജിച്ച് പൂജിച്ച് അവസാനം അതൊരു അമ്പലമായി. പ്രിയംവദേ, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? കാര്യമുണ്ട്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് നെക്ലേസിനെയാ നിങ്ങൾ എല്ലാവരും പൂജിക്കുന്നത്. അതെങ്ങനെ? അപ്പൊ അങ്ങനെ ഒരു നെക്ലേസ് ഇല്ലെന്നാണോ? ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ച അരുണിമ കളിപ്പിച്ചതാ? അതെ സുജാതെ, ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് കാര്യം മനസ്സിലായില്ലേ? അവള് ഞങ്ങളെ വിഡ്ഢിവേഷം കെട്ടിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഇപ്പൊ നീ ചെന്ന് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ എന്ന് തോന്നുന്നു ചുമ്മാ ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ അവിടെ ചെറിയൊരു കശപിശ ഉണ്ടാവും. പയ്യെ പയ്യെ അത് വലിയൊരു ഡിസ്കഷനായി മാറും. പിന്നെ പയ്യെ കള്ളൻ ചെമ്പ് പുറത്ത്. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ടേ ഉള്ളൂ. എങ്കി നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. ദേവസന്നിധിയിലിരിക്കുന്നത് വിലപിടിപ്പുള്ള നെക്ലസ് അല്ല. എന്നാ ഞാൻ ഏറ്റു. കളി ഞാൻ പഠിപ്പിക്കാം. നീ കണ്ടു നിന്നാ മതി. നീങ്ങ് വന്നേ. അരുണിമേ, ആ നെക്ലേസിന് എന്തു പറ്റി? ആകെ മങ്ങിയിരിക്കുന്നല്ലോ. നീ എന്താ പറയുന്നേ സുജാതെ? അതൊന്ന് നോക്കി. അതത്ര വിലപിടിപ്പുള്ളതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. കണ്ടില്ലേ അത് പല്ല് വിളിച്ചോണ്ടിരിക്കുന്നേ? വെടിക്കെട്ട് തുടങ്ങിയിട്ട് എല്ലോട് യക്ഷി. കുറച്ചു കഴിയുമ്പോ അമ്മിട്ട് പൊട്ടും പോലെ നിന്റെ അഹങ്കാരം ഇവിടെ പൊട്ടിത്തെറിക്കും. സുജാതെ, ഈ നെക്ലസിന്റെ വിലയോ അതിന്റെ ചരിത്രമോ അറിയാതെയാണ് നീ എന്നോട് സംസാരിക്കുന്നത്. ഇത്രയും നാളും ഇതിങ്ങനെയുള്ളതായിരിക്കുന്നാ ഞാനും കരുതിയിരുന്നത്. അങ്ങനെ നീ ഞങ്ങളെല്ലാവരും വിശ്വസിപ്പിക്കുകയായിരുന്നു. അതിന്റെ കോലം കണ്ടാൽ അറിഞ്ഞൂടെ? വഴിവക്കിലെ വളക്കടയിൽ 10-20 രൂപ കൊടുത്ത കിട്ടുന്ന സാധനമാണ്. നിനക്ക് പെട്ടെന്ന് എന്താ പറ്റിയത് സുജാതെ? കണ്ട സത്യം തുറന്നു പറഞ്ഞേ ഉള്ളൂ. സുജാത ആന്റി, ആന്റി ഇപ്പൊ അപമാനിക്കുന്നത് ഒരു സാധാരണ ആഭരണത്തെയല്ല. കാലാകാലങ്ങളായിട്ടുള്ള നന്ദൻ കുലത്തിന്റെ അഭിമാനത്തിന്റെ അടയാളമാണ് ആ മാല. ആയിക്കോട്ടെ മോളെ, എന്റെ കണ്ണിനും മനസ്സിനും ശരിയെന്ന് തോന്നിയതാണ് ഞാനിപ്പോ പറഞ്ഞത്. അതും പാടില്ലെന്നുണ്ടോ? ഒരിക്കലും പാടില്ല ആന്റി. തെറ്റും ശരിയും അറിയാതെയാണ് ആന്റി ഇപ്പൊ സംസാരിക്കുന്നത്. ഇത് വളരെ അമൂല്യമായ നെക്ലസ് ആണെന്നുള്ളത് ആന്റിക്കും അറിയാവുന്നതല്ലേ? നന്ദൻ കുടുംബത്തിന് ഈ സമൂഹത്തിലുള്ള നിലയും വിലയും എന്താന്ന് ആന്റിക്ക് അറിയാലോ. പിന്നെ എന്താ ആന്റി? അരുണിമ മാലിനെ കുറിച്ച് നിങ്ങളൊക്കെ എന്താ കരുതിയത്? ഡ്യൂപ്ലിക്കേറ്റ് നെക്ലേസ് കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ ആർഭാടം കാണിക്കേണ്ട എന്ത് ആവശ്യം അവർക്കുള്ളത്? കോടികളുടെ ആസ്തിയുള്ളപ്പോ
കോടാനുകോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ഉള്ളപ്പോ വഴിവക്കത്തെ വളക്കടയിൽ നിന്ന് 25 രൂപയുടെ ഒരു നെക്ലസ് വാങ്ങിച്ച് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യം എന്താ? ഇതെന്തോ വലിയ കാര്യമാണെന്ന് വരുത്തി തീർത്ത് ചുമ്മാ ഒരു ആഘോഷം നടത്തേണ്ട ഗതികേടൊന്നും അവർക്കില്ല. ഈ നെക്ലേസിനെ കുറിച്ചോ അരുണിമ മാലിനെ കുറിച്ചോ സംസാരിക്കുന്നതിന് മുൻപ് 2 വട്ടം ഒന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ ചിലപ്പോ എനിക്കും ചിലത് പറയേണ്ടി വരും. എന്റെ പൊന്നു മേഘനെ, ഞങ്ങൾക്കും സ്വർണ്ണക്കടയൊക്കെ ഉള്ളതാ. സ്വർണം പോലെ തിളങ്ങുന്നതും ശരിക്കുള്ള സ്വർണവും തമ്മിൽ തിരിച്ചറിയാതിരിക്കാനും മാത്രം വിഡ്ഢിയല്ല ഞാൻ. അങ്ങനെ തന്നെ കാര്യങ്ങൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ആ നെക്ലസിന്റെ ശരിക്കുള്ള വില എല്ലാവരും അറിയണം. എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്ന സ്ഥിതിക്ക് അതിനുള്ള പരിഹാരം ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് കിട്ടുകയും വേണം. മിഥുനേട്ടാ, ആ തട്ടാനി ഒന്ന് വിളിച്ചു വരുത്താൻ പറ്റുമോ? വരണം സർ, വരൂ. ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം. ശരി മാഡം. ഇത് അമൂല്യമായ വജ്രങ്ങളാൽ തയ്യാറാക്കിയ ആഭരണം തന്നെയാ. ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും ഇന്നത്തെ കാലത്ത് ഇതുപോലെ 10 മാറ്റുള്ളത് വേറെ കിട്ടില്ല. വംശപാരമ്പര്യത്തിന്റെ പേരിൽ സൂക്ഷിച്ചു പോരുന്നത് കൊണ്ടാണ് ഇതുപോലുള്ളൊരു ആഭരണം ഇന്നും നിലനിൽക്കുന്നത്. പ്രിയംവതി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നല്ലേ പറഞ്ഞേ? അവളുടെ സംശയം എന്റെ തലയിലേക്ക് വെച്ച് തന്നതാണോ? ഛേ, ഇപ്പൊ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടു. പ്രിയംവതിയെ വെറുതെ വിടരുത്. ആന്റി ഒരു സ്വർണ്ണക്കടയുടെ മുതലാളിയാണെന്നല്ലേ പറഞ്ഞത്? ഇത്രയും വിലപിടിപ്പുള്ള നെക്ലസ് ആന്റിയുടെ ഷോപ്പിലെങ്ങും ഉണ്ടാവില്ല അല്ലേ? ഇനിയെങ്കിലും മറ്റൊരാളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോ അതിലെ സത്യസന്ധത മനസ്സിലാക്കിയെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ഒറിജിനൽ ഞാൻ അടിച്ചു മാറ്റിയതല്ലേ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാ. എന്നിട്ട് എന്താ ഈ കൊല്ലൻ വംശപാരമ്പര്യമാണ് അമൂല്യമാണെന്നൊക്കെ എന്തൊക്കെയാ അടിച്ചു തള്ളിവിടുന്നേ? സോറി അരുണിമേ, എന്ത് ചെയ്യാനാ? എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ചിലരുണ്ടാക്കിയ വേണ്ടാത്ത കൺഫ്യൂഷൻസാ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിപ്പിച്ചത്. നീ എന്നോട് പൊറുക്കണം. സുജാതെ, ഇപ്പോഴെങ്കിലും നീ സത്യം മനസ്സിലാക്കിയല്ലോ, അത് മതി. പക്ഷേ ഇത്രയും അതിഥികളെ വിളിച്ചു വരുത്തിയൊരു സ്ഥലത്ത് നിനക്കൊന്ന് മിണ്ടാതെ നിൽക്കായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കരുണിമേ. ഞാൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാ. നിന്റെ മരുമോള് ഇത്രയും ധൈര്യം കാണിച്ച് ഇത് തെളിയിക്കാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അതും വിശ്വസിച്ച് നടന്നേനെ. അരുണിമേ, നിന്റെ മരുമോളെ ഞാൻ സമ്മതിച്ചു തന്നു.
കുറച്ചു നേരത്തേക്ക് ഞങ്ങൾ എല്ലാവരും സുജാത പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ചു പോയി. നിന്റെ മരുമകൾ അവസരോചിതമായി അതിന്റെ വില എന്താണെന്ന് തെളിയിച്ചത് കൊണ്ട് കുഴപ്പമില്ല. മാത്രമല്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോ അവസരോചിതമായി പെരുമാറാൻ എല്ലാവരെ കൊണ്ടും കഴിഞ്ഞെന്ന് വരില്ല. നിന്റെ മരുമോള് ശരിക്കും മിടുക്കിയാണ് കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് മേഘന നാണം കെടുന്ന വിചാരിച്ച്. പക്ഷെ വലിയ മഹാത്മാവാണെന്നല്ലേ എല്ലാവരും പറയുന്നേ. ഒടുക്കത്തെ ഭാഗ്യം അവക്ക്. പിശാച് എല്ലാം അവക്ക് അനുകൂലമായി മാറിക്കോളും. എന്ന് ശരി അരുണിമേ, എനിക്കൊന്ന് മുഖ്യമന്ത്രിയെ കാണാനുണ്ട്. ഞാനെന്ന് ഇറങ്ങട്ടെ. എന്നെ വിളിച്ചതിന് വളരെ നന്ദി. അയ്യോ, വിളിച്ച ഉടനെ വന്നില്ലേ, അതിന് ഞാനാ താങ്ക്സ് പറയണ്ടേ. അതൊന്നും സാരമില്ല, ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെയാവട്ടെ. ഇന്ന് നീ ഞങ്ങളുടെ മാനം കാത്തു മേഘനെ. ഇന്ന് നീ നെക്ലേസിന്റെ വില മാത്രമല്ല, നന്ദൻ കുടുംബത്തിന്റെ വിലയും കൂടിയാണ് നീ മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിച്ചത്. അരുണിമ അപമാനിതയാകാതെ നീ രക്ഷിച്ചു. താങ്ക് യു വെരി മച്ച്. അയ്യോ, അതൊന്നും വേണ്ട അച്ഛാ. ഇതൊക്കെ എന്റെ കടമയല്ലേ അച്ഛാ. നീ എന്നെ ചതിച്ചു കളഞ്ഞല്ലോ. നിന്റെ വാക്കും കേട്ട് അവിടെ ചെന്ന് പ്രസംഗിച്ച് ഞാനിപ്പോ ആരായി? അത്രയും വിലപിടിപ്പുള്ള നെക്ലേസ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നീ എന്നോട് നുണ പറഞ്ഞതായിരുന്നോ? അതുകൊണ്ടല്ലേ ഒടുവിൽ അത് ഒറിജിനൽ ആണെന്ന് തെളിഞ്ഞ്? എനിക്ക് നീ ഇങ്ങനെ ഒരു പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടത് ഞാനല്ലേ? അയ്യോ സുജാതെ, ഒറിജിനൽ ഇപ്പൊ എന്റെ കയ്യിലായിരിക്കുന്നെ. ഡ്യൂപ്ലിക്കേറ്റാ ഞാൻ ചേച്ചിയുടെ റൂമിൽ വെച്ച്. അത് അവര് പൂജയ്ക്ക് കൊണ്ടുവച്ചത്. അതിനിടയ്ക്ക് അത് എങ്ങനെ ഒറിജിനലായി മാറിയെന്നുള്ളതാണ് എനിക്ക് പിടികിട്ടാത്ത. എന്താ, ഒറിജിനൽ നിന്റെ കയ്യിലാണെന്നോ? എവിടെ, ഞാനൊന്ന് കാണട്ടെ. ദേ ഇപ്പൊ തന്നെ കാണിച്ചുതരാം. ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചത്, പക്ഷെ കാണുന്നില്ലല്ലോ. നെക്ലസ് ആണോ തപ്പുന്നത് ചെറിയമ്മേ? ആന്റി പറഞ്ഞതുപോലെ ആദ്യം പൂജയ്ക്ക് വെച്ചിരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് തന്നെയായിരുന്നു. പക്ഷെ അത് മാറ്റി അവിടെ ഒറിജിനൽ വെച്ചത് ഞാനാണ്. പൂജയ്ക്ക് വെച്ചത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലായപ്പോ ആദ്യം എനിക്ക് സംശയം തോന്നിയത് ചെറിയമ്മയോട് തന്നെയായിരുന്നു. ആ സംശയത്തിന്റെ പേരില ചെറിയമ്മയുടെ റൂമിൽ തപ്പിയത്. ആ ഡ്രോയിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ സംശയം ബലപ്പെട്ടു. അങ്ങനെ കൂടുതൽ അന്വേഷിച്ചപ്പോ ഒറിജിനൽ നെക്ലസ് കണ്ടുപിടിച്ചു. പക്ഷെ പൂജയ്ക്ക് വെച്ചിരുന്ന ഡ്യൂപ്ലിക്കേറ്റിന്റെ സ്ഥാനത്ത് ഒറിജിനൽ എങ്ങനെ എത്തിയെന്ന് ഇപ്പൊ രണ്ടുപേരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ടാവും അല്ലേ? പൂജാരി പൂജ തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരോടും കണ്ണടച്ച് ശിവനെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിരുന്നു. ആ സമയത്താണ് ഞാൻ അവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു മാറ്റി പകരം ഒറിജിനൽ കൊണ്ടുവച്ചത്.
ചെറിയമ്മ എന്തൊക്കെയാ ചെയ്യുന്നേ? എന്താണ് ചെറിയമ്മയുടെ മനസ്സിലെ ഉദ്ദേശം? ആരെ അപമാനിക്കുന്നതിന് വേണ്ടിയാ ഇത്രയും വലിയൊരു സാഹസത്തിന് തുനിഞ്ഞത്? നന്ദൻ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണോ? അതോ എല്ലാവരുടെയും മുന്നിൽ അമ്മയെ നാണം കെടുത്താനായിട്ടോ? ആരെ നാണം കെടുത്തിയാലും ഒടുവിലത് ചെറിയമ്മയെ കൂടി ബാധിക്കുമെന്നുള്ളത് എന്തുകൊണ്ട് മറന്നു? കുടുംബാംഗങ്ങൾ പരസ്പരം ഓരോരുത്തരുടെയും നന്മയാണ് ആഗ്രഹിക്കേണ്ടത്. ഒരാളുടെ വളർച്ച കണ്ട് മറ്റേയാൾ അഭിമാനിക്കണം. അത് വിട്ടിട്ട് ഒരാളുടെ പതനം മറ്റേയാൾ ആഗ്രഹിക്കുന്നത് എന്തൊരു കഷ്ടമാണ്. ഒരാളുടെ കാല് വാരാൻ മറ്റേയാളെ കാത്തിരിക്കുന്നതാണ് വലിയ ശാപം. ഇതൊക്കെ ചെറിയമ്മയോട് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് തന്നെ നല്ല വിഷമമുണ്ട്. നടന്നതെല്ലാം ഞാൻ തുറന്നു പറഞ്ഞ ചെറിയമ്മയുടെ അവസ്ഥ പിന്നെ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ചു നോക്ക്. അതറിയുന്ന ആ നിമിഷത്തിൽ അമ്മ ചെറിയമ്മ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും. ആരോരുമില്ലാതെ വഴിയാധാരമാവേണ്ടി വരും. ഇത്രയും കാലവും മറ്റുള്ളവർക്ക് മാതൃകയായ ഒരു കൂട്ടുകുടുംബമായി കഴിഞ്ഞിരുന്നവര് പല ദിക്കുകളിലേക്ക് ചെതറിപ്പോവും. അങ്ങനെയൊന്നും സംഭവിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. സ്നേഹത്തോടും ഒരുമയോടും കഴിയുന്ന ഈ കുടുംബത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഞാൻ എന്നിലേക്ക് തന്നെ ഒതുക്കുന്നത്. ഇനിയെങ്കിലും ഇതൊന്നും ആവർത്തിക്കരുത് ചെറിയമ്മേ. മലർന്നു കിടന്ന് തുപ്പാൻ ശ്രമിക്കരുത്. അരുണിമേ, ഇന്ന് മേഘന ചെയ്തത് എത്ര വലിയ കാര്യമാണ് അരുണിമേ. അങ്ങനെ എന്ത് ചെയ്തു? നെക്ലേസ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവരോട് എത്ര ധൈര്യത്തോടെ അവള് സംസാരിച്ചത്. അവളെന്തായാലും എല്ലാവരുടെയും വായടപ്പിച്ച് കളഞ്ഞില്ലേ? അതിത്ര വലിയ കാര്യമാണോ? അത് ഒറിജിനൽ ആണെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ അത്ര ധൈര്യമായിട്ട് സംസാരിച്ച്. പക്ഷേ വീട്ടിൽ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ. ആരെങ്കിലും അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയായിരുന്നോ? അതെന്തുകൊണ്ടാ? നാട്ടുകാരുടെ മുമ്പിൽ പേരുദോഷം ഉണ്ടാകാതിരിക്കാനും പുറത്തു നിന്ന് ആരും വേണ്ടാത്തത് പറയാതിരിക്കാനും നമ്മുടെ അന്തസ് കാക്കാനും വേണ്ടിയാ അവൾ അത്രയും ധൈര്യത്തോടെ എതിർത്ത് നിന്നത്. അങ്ങനെ ആർക്കാ ചെയ്യാൻ തോന്നുക? ഇതെന്റെ കുടുംബമാ, ഇവരെന്റെ സ്വന്തം ആൾക്കാരാ, ഇവരുടെ നേരെ ആരും വിരൽ ചൂണ്ടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ മാത്രമേ അങ്ങനെ ചെയ്യൂ. ആ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ? മുതിർന്നവരൊക്കെ ഉണ്ടല്ലോ, അവര് നോക്കിക്കോളും എന്ന് കരുതി മാറി നിൽക്കുകയുള്ളായിരുന്നു. പക്ഷേ മേഘന അങ്ങനെ മാറി നിന്നില്ല. കുടുംബത്തിന്റെ അന്തസ് രക്ഷിക്കേണ്ടത് സ്വന്തം കടമയായിട്ട് കണ്ടു. പ്രത്യേകിച്ച് അവളുടെ അമ്മായച്ചനും അമ്മായിയമ്മയുമായ നമുക്ക് ചീത്തപ്പേരുണ്ടാകാൻ പാടില്ലെന്നാണ് അവൾ ആഗ്രഹിച്ചത്. മറ്റുള്ളവരെയൊക്കെ പോലെ അവൾക്കും മിണ്ടാതെ നിൽക്കാമായിരുന്നു. പക്ഷെ അവൾ അങ്ങനെ ചെയ്തില്ലല്ലോ. അതിനൊരു മനസ്സ് വേണം അരുണിമേ. മരുമോളെന്ന് പറഞ്ഞാൽ അതേ ഇങ്ങനെ വേണം. നിന്റെ മകന്റെ ജാതകത്തിൽ ദോഷങ്ങളുണ്ട്. പക്ഷെ നിന്റെ മരുമകൾ അവനോടൊപ്പമുള്ള ഓരോ ക്ഷണവും ആ അപകടങ്ങൾ അവനെ അകാല മൃത്യുവിലേക്കാണ് നയിക്കുന്നതെന്നുള്ള കാര്യം മറക്കരുത്. നിന്റെ മരുമകൾ അവനോട് കൂടുതൽ അടുക്കാതിരിക്കുന്നതാണ് നല്ലത്. യഥാർത്ഥത്തിൽ മേഘന എത്ര വലിയ കാര്യമാ ചെയ്തത് അല്ലേ അരുണിമേ? അതിനിപ്പോ എന്ത് ചെയ്യണമെന്ന് പറയുന്നേ? മേഘനെ സപ്രപഞ്ചത്തിൽ കയറ്റിയിരുത്തി കിരീടം വെച്ചു കൊടുക്കണോ ഞാൻ? അതിന് കിരീടം വെച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. അവളുടെ നന്മയെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ബേസിക്കലി എല്ലാത്തിലും കയറി ഇടപെടുന്നത് മേഘനയുടെ സ്വഭാവമാണല്ലോ. അവൾക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങളിലും തലയിടാൻ നോക്കും. അവിടെ അവള് നല്ലതും ചീത്തയും ഒന്നും തന്നെ ചിന്തിക്കാറില്ല. അതെപ്പോഴും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറ്. ആ ശീലം തന്നെ അവൾ ഇവിടെയും കാണിച്ചത്. വേറെന്താ? അതിന്